ഉള്ളൂ 60 വയസ്സ് കഴിഞ്ഞ പ്രായമായ അസുഖമുള്ള ഒരു ആണിന് യാതൊരു ഫേവറും ഇല്ല. 30 വയസ്സായ പൂർണ്ണ ആരോഗ്യവതിയായ ഒരു മിഡിൽ ക്ലാസ്സുകാരിയായ സ്ത്രീക്ക് ഫ്രീ കിട്ടുന്നു. സ്ത്രീക്ക് ഫ്രീ കൊടുത്തോട്ടെ, പ്രശ്നമില്ല. പക്ഷെ പുരുഷന്മാർക്ക് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. എല്ലാ സ്ത്രീകൾക്കും കൊടുക്കേണ്ട. എന്റെ സുഹൃത്തുക്കളെ, പുരുഷ കമ്മീഷൻ ഇറങ്ങിയിട്ടുണ്ട്. KSRTC എങ്ങനെയാണ് ഓടിക്കാതിരിക്കാൻ പറ്റുക? അങ്ങനെയല്ല, KSRTCയിൽ സ്ത്രീകൾ മാത്രമായിട്ട് എങ്ങനെയാണ് ഒരു ബസ് പോകുന്നത് സഹിക്കുക? 5 പൈസയ്ക്ക് സഹിക്കാൻ പറ്റാത്ത സവർണ ഹിന്ദു ചിന്താഗതിയായ സവർണ ഹിന്ദു ആര്യ അങ്ങനെ ഇതൊക്കെ ഭയങ്കര സെറ്റപ്പാണ് അവനെ പറ്റി തന്നെ പറയാറുള്ളത്. ആര്? നമ്മുടെ രാഹുൽ ഈശ്വർ. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഇവിടെ എല്ലാ സ്ത്രീകളും കയറിപ്പോവുകയാണ്, ഇവിടെ പുരുഷന്മാരും ഉണ്ട്, പ്രായം ചെന്നവരുണ്ട്, അവരെന്താ മനുഷ്യരല്ലേ, അവർക്കും കയറിപ്പോകാനുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ ഒരു ബാധ്യതയല്ലേ? കേട്ടോക്ക്. അതെ, ഞങ്ങള് അത് പറഞ്ഞ സ്ത്രീ വിരുദ്ധനാക്കും, അതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷെ ചില പുരുഷന്മാർക്കെങ്കിലും കൊടുക്കണം. എല്ലാ സ്ത്രീകൾക്കും കൊടുക്കണ്ടെന്ന് പറയുന്നില്ല, ചില പുരുഷന്മാർക്കെങ്കിലും കൊടുക്കണം. ഒറ്റ കാര്യമേ ഉള്ളൂ, 60 വയസ്സ്. അപ്പൊ ആ ചില പുരുഷന്മാർ ആരൊന്നും വലിയ പിടുത്തമില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് എന്റെ മുമ്പിലേക്ക് പുരുഷ കമ്മീഷന്റെ വേറൊരു മനുഷ്യനുണ്ട്. ആ ചെങ്ങാതി കൂടി ഈ വിഷയമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുമ്പിലേക്ക്. കേട്ടോക്ക്. ഈ എല്ലാ സ്ത്രീകൾക്കും ഞങ്ങൾ ഫ്രീ കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ മാസം ശമ്പളം വാങ്ങുന്നവർക്ക് എന്തിനു ഫ്രീ കൊടുക്കണം? അത് എന്ത് അടിസ്ഥാനത്തിൽ കൊടുക്കണം? അത് പുരുഷ കമ്മീഷനാണ്. പുരുഷ കമ്മീഷൻ അല്ലാതെങ്കിലും ഈ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്ന കൊറോണുണ്ട്. ലവന്മാർക്ക് എന്തിനാണ് ഫ്രീ? ഇല്ലയോ? അപ്പൊ അതുകൂടി നോക്കണ്ടേ? അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ടായിരിക്കും നടക്കുക. മനസ്സിലാവുന്നില്ല. അതിലാണല്ലോ ഇപ്പൊ സ്ത്രീകൾക്ക് സംവരണം അനുവദിച്ചിട്ടുള്ളത്. അപ്പം ടിക്കറ്റ് ഫ്രീ അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ ആ ബസ് തടഞ്ഞ് ഞങ്ങൾ അതിൽ കയറി. കേരളത്തിലെ എല്ലാവരോടും പറയുകയാണ്, എല്ലാ ജില്ലകളിലുള്ളവരും പുരുഷന്മാരും. അല്ലടേ, അവൻ മിക്കവാറും 15-ാം തീയതി ഓടൽ വലിയ പ്രശ്നമായിരിക്കും. വൻ നാടകങ്ങളായിരിക്കും നടക്കുക. പുരുഷ കമ്മീഷന്റെ ആൾക്കാർ വന്നിട്ട് എന്തായാലും KSRTC തടയും. നോക്കാം. വിദ്യാർത്ഥികളും ബസ് തടഞ്ഞ് അതിൽ കയറി അവർ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യണം. ഇതൊരു പ്രതിഷേധമായിട്ട് എല്ലാവരും എടുക്കും എന്ന് തന്നെയാണ്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് മെസ്സേജ് അയക്കുന്നത് സ്ത്രീകളും കൂടിയിട്ടാണ് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം. അവരെ തള്ളി പറയാൻ പറ്റില്ല. കാര്യം ഒരു വിഭാഗം സ്ത്രീകൾ എന്റെ അച്ഛന് കിട്ടാത്ത നീതി എനിക്ക് വേണ്ട എന്ന് പറയുന്ന എത്രയോ പെൺ സിംഹങ്ങളുണ്ട് ഇവിടെ. മഹാസംഭവമാണ്. അവരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് തമിഴ്നാടല്ല, കർണാടക അല്ല. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ രാഹുൽ ഗാന്ധിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും സുഹൃത്തുക്കളെ, എങ്ങനെയെങ്കിലും ഈ ബസ് ഓടിക്കാതിരിക്കുക എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് VD സതീശൻ മേനോൻ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതേ ആഗ്രഹത്തിനൊപ്പം നിൽക്കുകയാണ് ഇവിടുത്തെ മെൻസ് കമ്മീഷനും, ഒപ്പം തന്നെ പ്രൈവറ്റ് ബസ് അസോസിയേഷന്റെ ആൾക്കാരും. ഈ 3 പേരും കൂടിയാണ് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ നടക്കുക? മിക്കവാറും KSRTC ഓടൂല. അധികം പറയുന്നില്ല. ബൈ.